നമസ്കാരം. വിവാദമായ എപ്സ്റ്റൈൻ ഫയൽസിൽ നിന്നും 68 ഫോട്ടോഗ്രാഫുകൾ ഇന്ന് പുറത്തു വന്നു. ആ ഫോട്ടോഗ്രാഫിൽ ഇന്നലെ ഇന്ത്യയിൽ ഉയർന്നതുപോലെയുള്ള വിവാദങ്ങളൊന്നുമില്ല. ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും അതിനകത്ത് ഇല്ല എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതായത് അമേരിക്കൻ ലോ മേക്കേഴ്സാണ് ഈ 68 ഫോട്ടോഗ്രാഫുകൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 68 ഫോട്ടോഗ്രാഫുകളിൽ ബിൽ ഗേറ്റ്സിനെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ദുബായ് പോർട്സിൻ്റെ സിഇഒയെ നമുക്ക് കാണാം. നോം ചോംസ്കി എന്ന എഴുത്തുകാരനെ നമുക്ക് കാണാം. ഇവരെയെല്ലാം നമുക്ക് ഈ പറയുന്ന വിവാദ ലൈംഗിക കുറ്റവാളി എപ്സ്റ്റൈനുമായിട്ട് കൂടെ നിൽക്കുന്നത് നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. മാത്രമല്ല ചില സ്ത്രീകളോടൊപ്പം ഇവരൊക്കെ നിൽക്കുന്നതും കാണാം. അത് കോംപ്രമൈസിങ് ഫോട്ടോസ് ഒന്നുമല്ല, അത് സ്ത്രീകളോടൊപ്പം മാന്യമായി നിൽക്കുന്ന ഫോട്ടോഗ്രാഫുകളാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സ്ട്രാറ്റജിസ്റ്റിൻ ബെനോനെയും നമുക്ക് ഈ ഫോട്ടോഗ്രാഫുകളിൽ കാണാൻ കഴിയും. ഇതല്ലാതെ ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ആളുകൾ സ്ത്രീകളുമായി അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഫോട്ടോഗ്രാഫുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ചില വിവാദമായ ഒരു നോവലിൻ്റെ ചില ഭാഗങ്ങൾ എഴുതി വച്ച രീതിയിലുള്ള ഫോട്ടോഗ്രാഫുകളും നമുക്കുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നയാൾ, അയാളൊരു രാഷ്ട്രീയ ദലാളായിരുന്നു. ലോകത്തിലെ പ്രമുഖ നേതാക്കന്മാരെയെല്ലാം ഇയാൾക്ക് അറിയാമായിരുന്നു. അവരുമായിട്ടൊക്കെ ഇയാൾക്ക് സമ്പർക്കമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഇയാൾക്ക് സ്ത്രീ വിഷയത്തിൽ വലിയ ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്നതുമാണ്. വലിയ രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. പ്രായം കുറഞ്ഞ പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇയാൾക്ക് പതിവായിരുന്നു. ആ രീതിയിലാണ് ഇയാൾ കുറ്റകൃത്യം നടത്തിയതും ജയിലിൽ പോയതും. കഴിഞ്ഞ 2019 ഇയാൾ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന രാഷ്ട്രീയ ഇടനിലക്കാരനായതുകൊണ്ട് തന്നെ ലോക നേതാക്കന്മാരുമായി ഇയാൾക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട ഇയാളുടെ എസ്റ്റേറ്റിൽ നിന്നും പിടിച്ചെടുത്ത ഫോട്ടോഗ്രാഫുകളെല്ലാം അമേരിക്കൻ സർക്കാർ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. അതിൽ തന്നെ പുറത്തുവിടാൻ കഴിയുന്ന ഡോക്യുമെൻറ്റുകൾ ഉടൻ പുറത്തുവിടണം എന്ന് ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ 68 ഫോട്ടോഗ്രാഫുകൾ പുറത്തുവിട്ടത്. ഈ എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഇന്ത്യയിൽ ചില ആളുകൾ ചില അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിച്ചത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന തെളിവുകൾ ഈ എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടുമ്പോഴുണ്ടാകുമെന്നും ഡിസംബർ 19 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ബോംബ് വീഴുമെന്നും ആ ബോംബ് വീഴുന്നതോടുകൂടി നരേന്ദ്രമോദി സർക്കാർ കടപുഴകി വീഴും എന്നുമൊക്കെയാണ് ഇന്ത്യയിലെ ചില പ്രതിപക്ഷ നേതാക്കൾ വീരവാദം മുഴക്കിയത്. രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടി ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് ഇക്കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നു മാത്രമല്ല അദ്ദേഹം ഇത് പറയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ കാര്യം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് അശോക് ചവാനും ഇക്കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹവും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഡിസംബർ 19 അമേരിക്കയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് ഇന്ത്യയിലേക്ക് വീശുമെന്നും ആ കൊടുങ്കാറ്റിൽ മോദി സർക്കാർ താഴെ വീഴുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ തെളിവുകളാണ് ഡിസംബർ 19 വരാൻ പോകുന്നതെന്നും പിന്നീട് അടുത്ത പ്രധാനമന്ത്രി, ഒരു പുതിയ പ്രധാനമന്ത്രി ആയിരിക്കും രാജ്യത്ത് വരുന്നതെന്നും അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളായിരിക്കുമെന്നുമൊക്കെയാണ് അശോക് ചവാൻ പറഞ്ഞത്. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വളച്ചൊടിക്കാനും വിവാദം ഉണ്ടാക്കാനും ശ്രമിച്ചത്. പക്ഷേ ഇന്ന് പുറത്തു വന്ന രേഖകൾ, അതായത് 95,000-ഓളം ഫോട്ടോഗ്രാഫുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ വളരെ രഹസ്യ സ്വഭാവമുള്ള ഫോട്ടോഗ്രാഫുകൾ പുറത്തു വിടില്ല. അമേരിക്കൻ സർക്കാർ ഇപ്പോഴും അത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് 68 ഫോട്ടോഗ്രാഫുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയാലും മറ്റ് ഏത് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയാലും. ദുബായ് പോർട്സിൻ്റെ സിഇഒ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തോടൊപ്പം നിരവധി ലോക നേതാക്കൾ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് ഒരു പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തീർച്ചയായും ഒരു സെൽഫി എടുക്കുന്നത് പോലെയുള്ള ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ്. അതിൽ കോംപ്രമൈസിംഗ് ആയ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും എന്തോ വലിയ അണുബോംബ് വീഴും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിഞ്ഞവർക്ക് വെറും ഒരു നനഞ്ഞ പടക്കം മാത്രമാണ് കിട്ടിയത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.